നമ്മുടെ സങ്കേതം ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയും ആകുന്നു. ദൈവം നമ്മുടെ സങ്കേതം ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയും ആകുന്നു. അതിനാൽ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ വീണാലും നാം ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിക്കുന്നവർക്ക് എല്ലായ്പ്പോഴും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ സ്വന്തം ബുദ്ധിയും കഴിവും മാറ്റിവെച്ച് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതികൂലങ്ങളിൽ നിരാശപ്പെടേണ്ടി വരില്ല. അനേക പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ് ഇയ്യോബ്. പ്രതികൂല മധ്യത്തിൽ ഇയ്യോബ് പറഞ്ഞത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഇയ്യോബ് 19:25 മുതൽ 27 വരെ. ഇയ്യോബ് തനിക്കുണ്ടായ പ്രതികൂലങ്ങളെ ദൈവിക പദ്ധതിയായി കണ്ടു. കർത്താവിൽ ആശ്രയിച്ച് അവനെ പൂർണ്ണമായി അനുസരിക്കുന്നവർക്ക് മാത്രമേ പ്രതികൂലങ്ങളെ ദൈവിക പദ്ധതിയായി കാണുവാൻ കഴിയൂ. ദാവീദിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. സങ്കീർത്തനം 27:1-3 വാക്യങ്ങൾ. കൊരഹുപുത്രന്മാരുടെ സങ്കീർത്തനമാണ് 46. മോശയോട് മത്സരിച്ചവരിൽ ഒരാളായിരുന്നു കൊരഹ്. മോശയെ തിരഞ്ഞെടുത്ത് ചുമതലകൾ ഏൽപ്പിച്ച ദൈവത്തോടുള്ള മത്സരമായി തീർന്നു മോശയോടുള്ള കോരഹിൻ്റെ കലഹം. സംഖ്യ 16 ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂയാത്രയിൽ ലേവി ഗോത്രത്തിൽ നിന്നുള്ള കോരഹും രൂബേൻ ഗോത്രത്തിൽ നിന്നുള്ള ദാഥാൻ, അബീരാം എന്നിവരും പേലത്തിൻ്റെ മകനായ ഓനും ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളായ 250 പുരുഷന്മാരും ചേർന്നാണ് മോശയോട് മത്സരിച്ചത്. യഹോവയോട് മത്സരിച്ച ഇവർ എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കോരഹിനോട് ചേർന്ന എല്ലാവരെയും ഭൂമി വായി തുറന്ന് വിഴുങ്ങുകയും യഹോവയിൽ തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിക്കുകയും ചെയ്തു. സംഖ്യ 16:31 മുതൽ 35 വരെ, 26:9-10 വാക്യങ്ങൾ. ദൈവത്തോട് മത്സരിച്ച എല്ലാവരെയും കുടുംബമായി ഭൂമി വിഴുങ്ങിയപ്പോൾ കോരഹിൻ്റെ പുത്രന്മാർക്ക് മരണമുണ്ടായില്ല. സംഖ്യ 16:11. എന്തുകൊണ്ട് കോരഹുപുത്രന്മാരെ മാത്രം നശിപ്പിച്ചില്ല എന്നതിന് മതിയായ കാരണമൊന്നും ഇവിടെ പറയുന്നില്ല. എന്നാൽ പുറപ്പാട് 33:19 ദൈവം നൽകിയ ഒരു വാഗ്ദത്തം ഇവിടെ പ്രസക്തമാണ്. ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും. തൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ലേവി ഗോത്രത്തിൽ ഉൾപ്പെട്ട കോരഹുപുത്രന്മാരോട് ദൈവം കൃപയും കരുണയും കാണിച്ചതുകൊണ്ട് മാത്രമാണ് ദൈവത്തോട് മത്സരിച്ച എല്ലാവരും കുടുംബാംഗങ്ങളോടൊപ്പം മരിച്ചപ്പോൾ കോരഹുപുത്രന്മാർ മാത്രം മരിക്കാതിരുന്നത്. ദൈവത്തിൻ്റെ ഈ കരുണ അനുഭവിച്ച കോരഹുപുത്രന്മാർ പാടുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം എരിച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. 46:1 മുതൽ 3 വരെ. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കും ദൈവം പ്രസാദിക്കുന്നവരിലും ദൈവത്തിൻ്റെ കരുണ ലഭിക്കുകയും
പ്രതികൂലങ്ങളിൽ അവർ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദിഷ്ടിസേവയാൽ അല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ട മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കണം എന്ന പൗലോസ് പറയുന്നത് എഫേസ്യർ 6:6-7 വാക്യങ്ങൾ. മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ കർത്താവിനെ പ്രസാദിപ്പിക്കുമെങ്കിൽ നാം കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തരായിത്തീരും. എഫേസ്യർ 6:10. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന പ്രതികൂല നിമിഷമാണ് മരണം. എന്നാൽ ദൈവത്തിൻ്റെ പ്രസാദം അനുഭവമാക്കിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം വിശ്വാസിയെ ഭയപ്പെടുത്തില്ല. പൗലോസിനോട് ചേർന്ന് വിശ്വാസി പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഫിലിപ്പിയർ 1:21. മരണത്തിന് മുന്നിൽ വിശ്വാസി പാടും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമില്ല എവിടെ? മരണത്തിൻ്റെ വിഷമില്ല പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15:55-57 വരെ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയിലും കരുണയിലും ആശ്രയിച്ച് അവൻ്റെ അമിത ബലത്തിൽ ഉറപ്പുള്ളവരായി ദൈവേഷ്ടം ചെയ്തവനെ പ്രസാദിപ്പിക്കുന്നവരായി പൂർണ്ണമായി കർത്താവിനെ അനുസരിച്ച് നമ്മളുടെ ഓട്ടം തികയ്ക്കാം. കർത്താവെ, പ്രതികൂല കാറ്റുകളെ അനുകൂലമായി രൂപപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ അമിത ബലത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് ഓട്ടം പൂർത്തീകരിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.